വെള്ളാപ്പള്ളി നടേശൻ ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇടയ്ക്കിടയ്ക്കുള്ള ഈ മലപ്പുറത്തിനെ കൊത്തുന്ന ഒരു ജോലി വെള്ളാപ്പള്ളിക്കുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നു, ഞാൻ ഇനിയും പറയാനുള്ളത് പറയും. അതൊരു തൻ്റെ ഇടമാണോ? വെള്ളാപ്പള്ളിക്ക് ഉള്ള തൻ്റെ ഇടം പോലെ ഇന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും സാമുദായിക നേതാവിനും ഇല്ല എന്നുള്ളതാണ് സത്യം. 1950കളിലും 60കളിലും മന്നത്ത് പത്മനാഭൻ എങ്ങനെയായിരുന്നോ അതുപോലെയോ അതിനേക്കാൾ ഒരു പടി കൂടിയോ ആണിപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനം. വെള്ളാപ്പള്ളിക്ക് ഇന്നിപ്പോൾ തടയാൻ ഒരു പള്ളിയും ഒരു അമ്പലവും മുന്നിലില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം നോക്കിയാലും അദ്ദേഹം അങ്ങനെയാണ്. വന്നു കയറിയ അന്ന് മുതൽ, അന്നൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് കേട്ടിരുന്നു. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകാനുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനുണ്ടോ, അദ്ദേഹത്തിന് എന്തെങ്കിലും പാരമ്പര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പക്ഷേ ഈ പാരമ്പര്യവും ആഭിജാത്യവും പറഞ്ഞ ആൾക്കാർ SNDP കൈകാര്യം ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ട് അദ്ദേഹം SNDPയെ മുന്നോട്ട് കൊണ്ടുപോയി നയിച്ചു. അല്ല, അദ്ദേഹം സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും, നേടിക്കാണും. പക്ഷേ SNDPക്ക് അല്ലെങ്കിൽ ഈഴവർക്ക് ഒരു മാന്യമായ സ്ഥാനം കേരള സമൂഹത്തിൽ നൽകി കൊടുക്കുന്നതിന്, രാഷ്ട്രീയത്തിൽ അവർക്ക് ഒന്ന് ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ വെള്ളാപ്പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ആ പ്രാധാന്യം നിലനിർത്തുന്ന വിധത്തിലേ പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഒരു സർവ്വമത സമ്മതനായി മാറിയിട്ടുണ്ട്. കൂടിപ്പോയാൽ മുസ്ലിങ്ങൾ മാത്രമേ അദ്ദേഹത്തിനെ ഇപ്പം പച്ചയ്ക്ക് എതിർക്കാൻ തയ്യാറുള്ളൂ. അല്ലെങ്കിൽ ബാക്കി ആരും കേരളത്തിൽ എതിർക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നോട്ടം, അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ നാവ്, അദ്ദേഹത്തിൻ്റെ വാക്ക് എല്ലാം വളരെ വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹം പ്രയോഗിക്കാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഒരു അബദ്ധം പറഞ്ഞാലും അത് സുബദ്ധമാക്കാൻ അദ്ദേഹത്തിന് ഉള്ള മിടുക്ക് പോലെ വേറെ ആർക്കുമില്ല. ഈ നാക്കും വാക്കും നോക്കും മാത്രമല്ല, പ്രവൃത്തിയുമുണ്ട്. അദ്ദേഹത്തിനൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ആ കാര്യം ആരെക്കൊണ്ട് എങ്ങനെ ചെയ്യിക്കണമെന്നുള്ളത് നല്ല ബോധ്യമാണ്. നമ്മൾ പറയും, ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മന്ത്രിസഭയെ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ BJPയിലെ ചിലരെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഭരണം കൊണ്ടുപോവുകയാണ്. എന്നാൽ അതിനേക്കാൾ വിദഗ്ധമായിട്ട് കേരള ഭരണവും കേന്ദ്ര ഭരണവും രണ്ട് കൈകളിലിട്ട് അമ്മാനമാടുന്ന ഒരു പ്രത്യേകത ഉള്ള ഒരു ഒറ്റ ഇന്ത്യൻ നേതാവ് അല്ലെങ്കിൽ സാമുദായിക നേതാവ് ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി മാത്രമാണ്. കേന്ദ്രത്തിലും ഒരു പിടിയുണ്ട്, കേരളത്തിലും ഒരു പിടിയുണ്ട്. കേരളത്തിലെ ആളുകൾക്കും പിടിയില്ല അദ്ദേഹം നമ്മുടെ കൂടെയാണോ, കേന്ദ്രത്തിലെ ആളുകൾക്കും പിടിയില്ല അദ്ദേഹം നമ്മുടെ കൂടെയാണോ. ഇങ്ങനെയുള്ള പലവിധ പ്രഹേളികളുടെ ഒരു ചുരുക്കപ്പേരാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിൻ്റെ പേര് പോലെ അദ്ദേഹം നല്ല വെളുത്ത ഒരു പള്ളിയുമാണ്, ചിലപ്പോൾ അമ്പലവുമാണ്, എല്ലാമായിട്ട് അദ്ദേഹം മാറും. മതത്തിന് വേണ്ടി പറയും, മതത്തിന് അതീതമായിട്ട് പറയും, മതത്തിൽ നിന്നുകൊണ്ട് പറയും, മതത്തിനെതിരായിട്ട് പറയും, ഒക്കെ പറയും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സൗകര്യം പോലെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം കണക്ക് കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ള ആളാണ്. കണക്കുകൂട്ടിൽ എവിടെയെങ്കിലും അല്പം തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ BDJS എന്ന പ്രസ്ഥാനം അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് ജാഥ നയിച്ചു വന്നപ്പോൾ നൗഷാദിൻ്റെ മരണം വന്നപ്പോൾ, അത് മാൻഹോളിൽ വീണ നൗഷാദിൻ്റെ മരണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സാധനം അല്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു പോയി എന്ന് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി. ആലുവയിൽ വെച്ച് നടന്ന ജനമുന്നേറ്റ യാത്ര. ആ യാത്രയിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്, ആ യാത്ര നേരെ തിരുവനന്തപുരത്ത് വന്നിരുന്നെങ്കിൽ, അത് സുഗമമായിട്ട് വന്നിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ നാവിന് തടസ്സമുണ്ടാകാതെ കൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടെ മുമ്പേ നായർ മുതൽ നായാടി വരെയുള്ളവരെ യോജിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ. പക്ഷെ അവിടെ ദീർഘവീക്ഷണം, രാഷ്ട്രീയത്തിൽ വളരെ ദീർഘവീക്ഷണമുള്ള പിണറായി വിജയൻ അത് അവസരോചിതമായി അതിന് ഇടപെടുകയും അതിൽ ക്ലിപ്പിടുകയും ചെയ്തു. അദ്ദേഹത്തിന് അപ്പോൾ അതിനകത്ത് കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും അതിനകത്ത് ക്ലിപ്പിട്ടു എന്നുള്ളതാണ്. ആ യാത്രയുടെ അവസാനമാണ് പിന്നീട് BDJS രൂപീകൃതമാകുന്നത്. ആ രൂപീകൃതമാകുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒരുപോലെ ഇദ്ദേഹത്തിനെ, CPMകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ അദ്ദേഹത്തിനെ പ്രതിരോധിക്കാനായിട്ട് വന്നു. അതല്പം പ്രതിരോധത്തിൽ അദ്ദേഹം വരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി BDJS എന്നുള്ള പ്രസ്ഥാനത്തിൽ താൻ നിൽക്കുമ്പം ഈ
SNDPയും രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു, BDJS മകൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് SNDPയിൽ വീണ്ടും അദ്ദേഹം താവളം ഉറപ്പിച്ചു. അങ്ങനെ സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും വീണ്ടും അദ്ദേഹം അമ്മാനമാടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ട് വീണ്ടും അവരോധിക്കപ്പെടാൻ കാരണം. എപ്പോഴും പിണറായി വിജയൻ്റെ പെറ്റായിട്ട് അദ്ദേഹം നിൽക്കുകയും അതുപോലെ തന്നെ കേന്ദ്രത്തിലുള്ള നേതാക്കളുടെ അമിത്ഷാ ആയാലും നരേന്ദ്രമോദി ആയാലും ഒക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു കേരളത്തിലെ സാമുദായിക നേതാവായിട്ട് അദ്ദേഹത്തിന് നിലകൊള്ളാനും കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ശൈലി അത് അത്തരത്തിലുള്ള ആർക്കും പിടികൊടുക്കാത്ത, എന്നാൽ ലക്ഷ്യം വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടേക്ക് മാത്രം അമ്പ ചെയ്യുന്ന ഒരാളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നുള്ളത് പലപ്പോഴും മറന്നുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രസ്താവന, അതായത് എന്തിനും ഏതിനും മലപ്പുറത്ത് പോയി കാര്യങ്ങൾ ചോദിക്കേണ്ടി വരിക സർക്കാരിന്, ഇത് VD സതീശൻ പറയുന്നുണ്ട് വെള്ളാപ്പള്ളി പിണറായിയുടെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു തിരക്കഥയാണ് എന്നുള്ള മട്ടിലാണ് VD സതീശൻ പറയുന്നത്. അല്ല, അത് സംശയമൊന്നുമില്ല. കാരണം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ ഓഫീസിൽ വലിയൊരു സ്വീകാര്യത ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് കണ്ടില്ലേ നമ്മൾ, അദ്ദേഹത്തിന് എപ്പോൾ ചെന്നാലും അവിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും പിണറായി വിജയൻ്റെ ഒരു ആശീർവാദം ഉണ്ട് എന്നുള്ളതാണ്. ഏത് കാര്യത്തിനും അദ്ദേഹത്തിനെ കൂടുതൽ ശല്യപ്പെടുത്താതെ നിൽക്കാനുള്ള കഴിവുണ്ട്. ഇദ്ദേഹവും അദ്ദേഹത്തിനെ വലിയ പോറലേൽപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഒരു ശൈലിയും നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അമ്മാനമാടാൻ കഴിയുന്ന കേരളത്തിലെ അപൂർവം ഒരു നേതാവാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന് പറയാനറിയാം, പറയേണ്ടത് ആരോടാണെന്നറിയാം, ഏത് പ്രസ്ഥാനത്തിനെ കുറിച്ച് പറഞ്ഞാലാണ് എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും മൈലേജ് കിട്ടുക എന്നുള്ളതും അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതാണ്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ന് രണ്ടുപേരുടെ ശത്രുക്കളാണ്. കേന്ദ്രത്തിൽ ഇരിക്കുന്ന BJPയുടെയും ശത്രുവാണ്, സംസ്ഥാനത്തിരിക്കുന്ന CPMൻ്റെയും ശത്രുവാണ്. അപ്പോൾ അവിടെ അടിച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. BJPക്ക് സന്തോഷമാവും, CPMനും സന്തോഷമാവും. അതുകൊണ്ടാണ് അദ്ദേഹം അത്ര തുറന്ന് കാര്യങ്ങൾ അടിച്ചിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് സത്യം ഉണ്ട് താനും. ആ സത്യങ്ങൾ നമുക്ക് മറയ്ക്കാനും കഴിയില്ല. കാരണം ഇന്ന് പല കാര്യങ്ങളും ഇന്നെന്നല്ല എന്നും സർക്കാരുകൾ പല കാര്യങ്ങളും ചോദിക്കുന്നത് മലപ്പുറത്തോട്ട് ചോദിച്ചിട്ടാണ്, മലപ്പുറത്ത് ചെന്നിട്ടാണ് എന്നുള്ള ഒരു പ്രസ്താവന നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ചരിത്രം നോക്കിയാൽ അങ്ങനെയാണ്. EMS പോലും രണ്ടാമതൊരു മുന്നണി ഉണ്ടാക്കാനായിട്ട് മലപ്പുറം ജില്ല വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ 69 അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. 59 ശേഷം 57 ശേഷം 67 അങ്ങനെ ഒരു മുന്നണിക്കുള്ള ചാൻസ് ഇല്ലായിരുന്നു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഞ്ചാം മന്ത്രി. അത് എല്ലാ കാലഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ആൾക്കാരെ സംരക്ഷിക്കുന്നതിനായിട്ട് അവർ നിലകൊണ്ടിട്ടുണ്ട്. അവരുടെ ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമേ അവർ മുൻഗണന കൊടുത്തിട്ടുള്ളൂ. പിന്നെ അവർ ന്യായം പറയും ആരെയും ഉപദ്രവിക്കരുത്, എല്ലാ മതങ്ങളെയും സ്നേഹിക്കണം, എല്ലാ ദൈവങ്ങൾക്കും അവസരം കൊടുക്കണം, അയ്യപ്പനെ ദ്രോഹിക്കരുത് എന്നൊക്കെ അവർ പറഞ്ഞോളയും. അതവരുടെ ഒരു വെള്ളാപ്പള്ളി സ്റ്റൈൽ വേറൊരു തന്ത്രമാണ്. അല്ല, ഈ പ്രസ്താവനയിൽ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരക്കഥയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ളതുണ്ടോ? മുസ്ലിം വോട്ടുകൾക്ക് ഭിന്നിപ്പിക്കലല്ല, മുസ്ലിം വോട്ടുകൾ എവിടെയെങ്കിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ പാടാണെന്നുള്ളത് സത്യമാണ്. അപ്പം ആ സത്യം അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു അടി കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ എഫക്റ്റ് മറ്റ് മതങ്ങളിലുണ്ടാവും. മുസ്ലിം വോട്ട് ചിന്നിച്ചിതറാൻ അല്ലെങ്കിൽ ചിതറിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. അതിനകത്ത് വലിയ സ്പ്ലിറ്റ് ഉണ്ടാകും. ആ സ്പ്ലിറ്റ് ഉണ്ടാക്കാനും കൂടെയാണ് ഈ സമസ്തയും ലീഗും തമ്മിലുള്ള കാര്യങ്ങളിലൊക്കെ ചില നീക്കുപോക്കുകളും ചില തർക്കങ്ങളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നത്. അത് വേറെ ഭാഗത്ത് നടക്കുന്നു. പക്ഷേ മുസ്ലിം ഇതര വോട്ടുകൾ എവിടെയെങ്കിലും ഫോക്കസ് ചെയ്യണമെങ്കിൽ മുസ്ലിം ലീഗിനെ തന്നെ അടിക്കണം. അതാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളും, ക്രിസ്ത്യൻ താല്പര്യം അതാണ്. ദീപിക കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ക്രിസ്മസും ഓണമൊക്കെ അവധി നോക്കി നിങ്ങളത് മതപരിപാടി നടത്താൻ യഥാർത്ഥ ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് നടത്തണം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മത ക്ലാസ്സുകൾ ആ സമയത്ത് നടക്കേണ്ടതല്ലേ എന്നുള്ളതാണ് അവരുടെ ചിന്ത.
അപ്പം രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സാമുദായികമായിട്ടും കുറേ പ്രശ്നങ്ങൾ കേരളത്തിൽ നിൽപ്പുണ്ട്. അത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൂടുതലായിട്ട് നിൽപ്പുണ്ട്. ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് പല സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി പറയുമ്പം അതിന് ശക്തി കൂടും. വെള്ളാപ്പള്ളി പറയുമ്പം ഒരു വെടിക്ക് 2-3 പക്ഷികളാണ് അദ്ദേഹം ഉദ്ദേശിക്കാറുള്ളത്. ആ പക്ഷികളൊക്കെ വീഴാറുമുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെയുള്ള ചില പക്ഷികൾക്ക് എതിരെ അദ്ദേഹം ഒറ്റ വെടിക്ക് ചില കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇത്രയും കാലം SNDP യോഗത്തിൻ്റെ ദീർഘകാലം ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, എക്സെപ്റ്റ് സാക്ഷാൽ നാരായണ ഗുരുവിനല്ലാതെ. അദ്ദേഹം മരണം വരെ സ്ഥാപിച്ച അന്ന് മുതൽ മരണം വരെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. അത് ഒരു ആലങ്കാരിക പദവി പോലെ ഇരുന്നതേ ഉള്ളൂ. പക്ഷേ അധികാരമായിട്ട് അത് പിടിച്ച് നേടിക്കൊണ്ട് ഇത്രയും നാൾ മുന്നോട്ട് പോയ ഒരാളേ ഉള്ളൂ, വെള്ളാപ്പള്ളി മാത്രം. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാത്തിനെയും നേർ വഴിക്കും നേരല്ലാത്ത വഴിക്കും എന്നാൽ എല്ലാവരോടും നേരായിട്ട് പോകുന്നെന്ന് തോന്നിപ്പിക്കാനും കഴിയുന്ന ചില പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതിൽ കൂടെ പോകുന്നതാണ്. എപ്പോഴും നേരായിട്ടല്ല അദ്ദേഹം പോകുന്നത്. പക്ഷേ ഞാൻ നേരാണ്, നേരെ പറയൂ, നേരെ പോകൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി കൊണ്ട് അദ്ദേഹം പലപ്പോഴും ഒലിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. അതിൽ പലരും മങ്ങിയൊക്കെ വീണു പോയിട്ടുണ്ട്. അതിനിയും തുടരും. അദ്ദേഹത്തിൻ്റെ ശൈലി ഞാൻ പറഞ്ഞില്ലേ, പണ്ട് മനത്ത് പത്മനാഭന് സമുദായ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് എന്ത് പ്രസക്തി ഉണ്ടായിരുന്നു, ആ പ്രസക്തി ഇന്ന് ഉള്ള ഏക സമുദായ ആചാര്യൻ വെള്ളാപ്പള്ളി മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.